കടലിൽ പിടപെടച്ചേർന്ന മീനാണ് ഇപ്പൊ നമ്മുടെ തോളത്തേറി യാത്ര ചെയ്തേട്ടാ. അങ്ങനെ നമ്മുടെ മീൻ കൂട്ടാൻ നമ്മുടെ ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ അടിപൊളി. അപ്പൊ നോക്കി നല്ല അടിപൊളി ഒരു കേരമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ട്യൂണ മീനില്ലേ, ഈ ട്യൂണ മീനും നല്ല പച്ച മാങ്ങയും കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ട്യൂണ ഫിഷ് പച്ച മാങ്ങ ഷവർമ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പണി തുടങ്ങിയാലാ? അപ്പൊ അത്യാവശ്യം അടിപൊളി ട്യൂണക്കുട്ടനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ട്യൂണക്കുട്ടനെ നമ്മൾ വെട്ടി അരിഞ്ഞ് നല്ല ഫില്ലറ്റ് ആക്കി സ്ലൈസ് ആക്കി ഷവർമയ്ക്കുള്ള പരുവത്തിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് പുറം ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ. വാവ്, നമ്മുടെ മീനെ നല്ല രീതിക്ക് ഒന്ന് കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം നമ്മുടെ ചിറക് കാര്യങ്ങളൊക്കെ വെട്ടിക്കളയാട്ടോ. അപ്പോൾ മുറി തുടങ്ങിയാലോ? അങ്ങനെ നമ്മുടെ മീനിൽ നിന്നും തലേനെ നമ്മൾ വേർപെടുത്തിയെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തല നോക്കി ഏകദേശം ഒരു 2 കിലോന് മുകളിലുണ്ടാവും. 2 കിലോ അല്ല, ഒരു 3 കിലോ ഉണ്ടാവും. ഇത് നമുക്ക് തലക്കറി ഒക്കെ തന്നെ എടുക്കാം. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മുടെ പരിപാടി നടക്കുന്നത് ഈ കാണുന്ന പീസിലാണ്. ട്യൂണ മീൻ്റെ തല കണ്ട എൻ്റെ തലേനേക്കാളും വലിപ്പമുണ്ട്. ശരിക്കും ഒരു കിരീടമൊക്കെ പോലെ അല്ലേ? അടിപൊളി. ഇനി മുറിച്ചെടുക്കണ പരിപാടിയാണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് നമ്മൾ മുറിച്ചു കട്ട് ചെയ്തു. ഇത് നല്ല അലുവ പോലെ ഇരിക്കണ പീസ് ഇട്ടാ ഉണ്ടാ, നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന പീസ്. ഇതേപോലത്തെ 4 പീസ് കിട്ടൂട്ടാ നമുക്ക്. ഇതിൻ്റെ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ ഒരു സൈഡ് നമ്മൾ മുറിച്ചെടുത്തു, രണ്ടാമത്തെ സൈഡ് മുറിച്ചെടുക്കാം. ഇനി അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഫില്ലറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പീസ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പാടപ്പരുവത്തിലായിട്ടുണ്ട്. ഇത് കണ്ട ചെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അസ്ഥിക്കൂടം മാത്രമായി മീൻ്റെ. അപ്പേ ഈ സാധനം വെച്ച് കിടക്കാച്ചി സൂപ്പ് ഉണ്ടാക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മുടെ ഫില്ലറ്റിൻ്റെ സ്കിന്നൊക്കെ ഇനി കാട്ടി കളയണുണ്ട് നമുക്ക്. ഇനി നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ മീറ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവാണേ. ഇനി സംഭവം മറച്ചിടാം. ആവൂ, നോക്കിയേ, നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കണ പീസ്. വാവ്. ഇനി നമ്മുടെ ഷവർമയ്ക്കുള്ള സ്ലൈസ് പീസുകളാക്കി എടുക്കാട്ടത്. അതെ, പണി തുടങ്ങണം നമ്മളെ. ഇനി അലുവ തുണ്ടം പോലെ ആക്കാൻ പോവാണേ. എന്താണെന്ന് അറിഞ്ഞൂടാ, കുക്കിംഗ് വീഡിയോ ചെയ്ത് പകുതി ആകുമ്പോഴേക്കും നട്ടുച്ചയായിട്ടുണ്ടാവും. ഈ ഉള്ള വെയിൽ മൊത്തം നമ്മൾ കൊള്ളൂട്ടാ. ഇതൊന്നും നിലം തുടങ്ങിയല്ല, വർഷങ്ങളായിട്ടുള്ളതാണിത്. പീസുകൾ മാറ്റി വയ്ക്കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ മീറ്റൊക്കെ റെഡിയായി. ഇനി അടുത്ത പരിപാടികൾ നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ല അലുവ തുണ്ടം പോലെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ കറുത്ത പൂവിന് കുരുമുളകിൽ നിന്ന് തുടങ്ങാം അല്ലേ? അപ്പൊ കുരുമുളകിൽ ഒരു പിടി പിടിച്ച് നേരെ പാറിക്കണ്ട നമ്മള്. ഇനി തായ് ചില്ലി പൗഡർ, വെറുതെ കാശ്മീർ ചില്ലി പൗഡർ ആണേ, അതും കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കെമിക്കലാണ്, സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഉപ്പ്. സോഡിയം ക്ലോറൈഡ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കനത്തിലല്ലേ, പക്ഷേ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന നമ്മുടെ ഉപ്പ് കുട്ടനാണേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടിയേ. ഇനി മിക്സിങ് ആണേ. മൊത്തത്തിൽ നമുക്ക് റഫായിട്ടൊന്ന് എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കണേ. അപ്പം ഇനി നമ്മൾ ഷവർമ കമ്പി മേക്ക് ചെയ്ത് കോർത്തെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീറ്റ് ഓരോന്നായിട്ട് നമ്മളിത് കയറ്റി വെച്ച് സെറ്റാക്കാൻ പോവാണേ. ഓക്കെ, നമ്മുടെ മീറ്റ് വെച്ച് കറക്കി നമ്മൾ സെറ്റാക്കുകയാണ്.
നമ്മുടെ ബീഫും ചിക്കനൊക്കെ പോലെ അല്ല അത് സോഫ്റ്റാണേ. അപ്പം നമ്മൾ അതിൻ്റേതായ രസത്തിൽ ഇത് കയറ്റി കൊടുത്തില്ലെങ്കിൽ സംഭവം ഇപ്പോൾ തന്നെ കയ്യിലിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മീറ്റ് ഇറക്കി സെറ്റാക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ ചിക്കനും ബീഫൊക്കെ നമ്മൾ കയറ്റണം അത്ര എളുപ്പത്തിൽ ഈ പരിപാടി നടക്കുമെന്ന് തോന്നണം കേട്ടോ. ഏതായാലും ഇത് നമ്മൾ കയറ്റി സെറ്റാക്കി എടുക്കുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ടവർ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണേ. സംഭവം ഇത് നമ്മുടെ ഷവർമ മെഷീനിലേക്ക് കയറ്റുമ്പോൾ എന്താവും നമുക്ക് വലിയ പിടിയില്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, സോഫ്റ്റ് മീറ്റാണ്, ചിക്കനും ബീഫൊന്നും പോലെയല്ല. ഇതൊരു പരീക്ഷണം തന്നെയാണ്. പാളിച്ചകൾ സംഭവിക്കാതിരിക്കാം, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വേണമെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ടവർ പൊക്കി നമ്മളിത് ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അടിപൊളി. അങ്ങനത്തെ ഏകദേശം ഒരു 2 പീസ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടവർ അത്യാവശ്യം ഫില്ലായി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളിനി നേരെ നമ്മുടെ ഷവർമ മെഷീനിൽ കയറ്റാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പീസും കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിഷ് ടവർ ഷവർമ മെഷീനിൽ കയറ്റാനുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ ഇനി നമ്മളുടെ ഫിഷ് ടവറിനകത്ത് നേരെ ഷവർമ മെഷീനിലേക്ക് കയറ്റാൻ പോവാണ്. ഇനി നമ്മുടെ ലോക്ക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പതിയെ കറക്കി കൊടുക്കല്. ഒരു സൈഡ് മാത്രമായിട്ട് കുക്ക് ആവട്ടെ. നമ്മൾ വെച്ചപ്പോഴേക്കും ഈ കളേഴ്സൊക്കെ മാറി വരുന്നുണ്ട്, കുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീറ്റ് ടവർ ഷവർമ മെഷീനിൽ കയറ്റിയപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേകതരം മണം കേട്ടോ നമ്മുടെ മീറ്റ് കുക്കാവുന്നതിൻ്റെ. അപ്പോൾ പതിയെ ഇങ്ങനെ തിരിച്ച് ഓരോ സൈഡായിട്ട് കുക്കാക്കി എടുക്കണം നമുക്ക്. അങ്ങനെ നമ്മുടെ മീറ്റിൽ ആകെ ഇച്ചിരിക്കോളമുള്ള ഓയിലൊക്കെ നല്ല രീതിക്ക് പുറത്തേക്ക് വന്ന്, അതായത് നല്ലോണം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല്, ഒരു രക്ഷയില്ല. വാവ് ആ ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ മച്ചാന്മാരെ ഇനി ചെത്തി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ പോലെ നമുക്ക് നമ്മുടെ മീറ്റും ചെത്തി ഇറക്കുകയാണ്. നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കുക്കായിണ്ടേ. വാവ്, ചൂട് രക്ഷയിലാട്ടോ ഇവിടെ. ആ കനൽ എൻ്റെ അമ്പോ അതൊന്നും നോക്കണില്ല. നമുക്ക് നമ്മുടെ വെന്ത മീറ്റ് ചെത്തി ഇറക്കുന്ന തിരക്കിലാണേ. വാവ് എൻ്റെ മോനെ, വാവ് മോനെ പൊളി. അപ്പോൾ നമ്മുടെ മീറ്റിനെ നമ്മുടെ പാത്രത്തിലേക്ക് തട്ടാണേ. വാവ്, ഇനി വേണ്ടത് നമ്മുടെ ഷവർമയ്ക്കുള്ള പച്ചമാങ്ങയാണ്. അപ്പോൾ ആദ്യം ഇട്ടായിരിക്കുള്ളൂ നമ്മുടെ ഷവർമയിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പച്ചമാങ്ങ പൂളി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ സീസൺ ആയി വരുന്നുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ കയ്യിൽ ചെറിയ പച്ചമാങ്ങ കിട്ടിയേ. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പച്ചമാങ്ങ കിട്ടുമേ. പിന്നെ നമുക്ക് നമ്മുടെ മാങ്ങ നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ പീസുകൾ മൊത്തം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണേ. അപ്പം തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ നമ്മുടെ പാത്രം വെച്ചു. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഇതേ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ നമ്മുടെ മാങ്ങ വിത്ത് തേങ്ങാപ്പാൽ സോസ് ഇതേ സെറ്റായി വരുന്നുണ്ടേ. അപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി കുറുകി ഇതേ നമ്മുടെ മാങ്ങയും ആ ക്രീമും കൂടി നല്ലൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി തീ എടുത്താട്ടാ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഫിഷ് മാങ്ങ ഷവർമ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായി നമ്മൾ ആദ്യം എടുക്കുന്നു നമ്മുടെ സ്വന്തം പീറ്റ ബ്രെഡ് അഥവാ കുബൂസ്. അപ്പൊ കുബൂസ് എടുത്ത് സെറ്റാക്കി ഇനി നമ്മൾ ഒഴിക്കുന്നു വെറൈറ്റി കെച്ചപ്പ്. ഇനി ഇതേ നമ്മുടെ ക്രീമി സോസി മാംഗോ. ഓ, നമ്മൾ കുറച്ചെടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഷവർമ മെഷീനിൽ ചെത്തി ഇറക്കിയ നമ്മുടെ ഫിഷ്. ഓ, ആമ്പോ കുറച്ചുകൂടി കൊച്ചപ്പൊഴിച്ച് കൊടുക്കുക. ഇനി ദേ നമ്മളിത് റോൾ ചെയ്യണേ. ഓക്കേ. ഓ, രക്ഷ ഉണ്ടാവില്ല കേട്ടോ സാധനം. ഇനി ദേ ഇതിൻ്റെ ബാക്ക് സൈഡ് വിളിക്കാണ്ട് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഫിഷ് മാംഗോ ഷവർമ റെഡിയായി. പ്ലേറ്റ് ഓരോന്ന് സെറ്റ് ചെയ്യാട്ടാ. അപ്പോൾ ഇതേ നമുക്ക് കഴിക്കാനുള്ളത് തൽക്കാലത്തേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഓരോന്നെടുത്തോ. നല്ല വലുതൊക്കെ എടുത്തോ. ഇതെടുത്തോളൂ, നല്ലതാ നടുക്കത്തെ. എല്ലാം ഒരുപോലെ അടി. ഓക്കെ, ഇനിയിപ്പോൾ അതേ കഴിക്കാനുള്ള നേരമായേ. മറിയാമ്മേനെ ഉറക്കി എടുത്തി. അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ എടുത്ത് കഴിക്കാൻ നോക്കുവേ. കഴിക്കട്ടെ. ഓളാടാ ഫ്ലേവർ അടിപൊളി മോനെ. അതിൻ്റെ സൂപ്പർ സൂപ്പർ മാങ്ങ സൂപ്പറായിട്ട്. മാങ്ങയും മീനും കോമ്പോ സൂപ്പറൊന്നും ചോദിച്ചില്ല. ഇത് മീൻ കറി ടേസ്റ്റ് ഉള്ള കേട്ടാ. അതൊക്കെ മേലെ ട്രൈ ചെയ്യിക്കോ പൊളി സാധനം. പെവി ഒന്നൊക്കെ കഴിക്ക്, പൊളി സാധനടാ. മാങ്ങ അടിക്കുമ്പോ കുടിച്ചത് സൂപ്പർ മോനെ, സൂപ്പർ. സാമ്പാർ അടിപൊളിയാട്ടാ. ഇഷ്ടായ മാങ്ങ ആണോ? ശരിക്കും മാങ്ങ തേങ്ങാപ്പാലില്ലേ ഇത് നല്ല ക്രീമി ആക്കി ആ ഫിഷ് കൂടി ചേർന്നപ്പോൾ കുബൂസ് ഇല്ലാത്ത ഒരു ചപ്പാത്തി വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ട്. വായിലെത്തിക്കഴിഞ്ഞിട്ട് പറഞ്ഞു പഠിപ്പിച്ചത് പറ. തുടങ്ങിക്കോ. 1 2 3 ഗോ. നിംഡ സുഖുവേ പറഞ്ഞോ. അത് പറഞ്ഞോ. ഷവർമ, മീൻ ഷവർമ അടിപൊളിയുണ്ട്. നമ്മളെ മാങ്ങയൊക്കെ ചേർത്തായിരുന്നില്ലേ? ഓ, മാങ്ങയും തേങ്ങാപ്പോരും. തേങ്ങാപ്പോരാ, തേങ്ങാപ്പാലും എല്ലാം നോക്കണം. അടിപൊളി ഷവർമ. തലേ ദിവസം പഠിക്കാൻ പേപ്പറിൽ എഴുതി കൊടുത്തതാ. നല്ല ഷവർമ, എനിക്ക് ഇഷ്ടമായി. ഓക്കെ അല്ലേ? മറ്റേത് അടിപൊളി ഷവർമ. അപ്പോൾ മച്ചാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരേക്കാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫിഷ് മാങ്ങ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്തായാലും ചെറുതായിട്ടൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.